നമ്മൾ പഠിച്ച കൂട്ടത്തിൽ 4 ശബ്ദത്തിൽ ചാത്തൻ നമ്മളുടെ അടുത്ത് വരുമെന്നും 6 രൂപത്തിൽ വരുമെന്നും. ഏറ്റവും ഡേഞ്ചറസ് ഔട്ട് ഓഫ് ദാറ്റ് ഈസ് സ്പൈ, ചാരൻ. ഇവനാണ് ഏറ്റവും ഡേഞ്ചറസ്. കാരണം ഇവൻ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ രൂപത്തിലായിരിക്കും. നമുക്കങ്ങ് തോന്നും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ചാൻസ്, ഇത് കഴിഞ്ഞ ഇനി എനിക്കൊരു അവസരമില്ല എന്നൊക്കെ നമ്മളെ ഇങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് ചിലപ്പോ ഈ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മളുടെ ഹാർഡ് ഏൺ മണി, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, അതല്ല നമ്മൾക്ക് തോന്നുന്ന ആ ഒരു ഐഡിയ വളർത്താൻ വേണ്ടിയിട്ട് കടമെടുക്കാനും പാടില്ല. ഈ എന്തുകൊണ്ടാണ് ബിസിനസ്സുകാരുടെ എക്സ്പാൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ബിസിനസ്സുകാരുടെ പുതിയ ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള, നമ്മൾ ഉണ്ടാക്കിയ പണം, ദ മണി ഐ മേക്ക്, ഓക്കെ, ഞാൻ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ പണം, എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പണം, അല്ലെങ്കിൽ കടം വാങ്ങിക്കുന്ന പണം, ഓക്കെ, ഞാൻ ലോൺ എടുക്കുന്നു, കടം വാങ്ങിക്കുന്നു, ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണണ്ട. നിങ്ങൾക്കൊരു പുതിയ ആശയം തോന്നുകയാണ്, ഒരു ഐഡിയ തോന്നുകയാണ്, ഓക്കെ, ഈ ഐഡിയ ആണല്ലോ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡിയ നമുക്കറിയാം 2 രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഇറ്റ് മേ ബി എ ഗുഡ് ഐഡിയ ഓർ ഇറ്റ് മേ ബി എ ബാഡ് ഐഡിയ. ഈവൻ ദോ ഇത് വളർത്താൻ, ഈ ഐഡിയ വളർത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിലെ പൈസ ആയിക്കോട്ടെ, എൻ്റെ കയ്യിലെ പൈസ ആയിക്കോട്ടെ, ഞാൻ കടം വാങ്ങുന്ന പൈസ ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഐഡിയ നടപ്പാക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ, കറക്റ്റ്. ഈ ഐഡിയ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് ഇറക്കുന്നു. ആസ് ഫാർ as business is concerned, business is a separate entity. ബിസിനസിന്റെ ഓണർ ഇറക്കുന്ന പൈസയാണെങ്കിൽ പോലും ബിസിനസിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ ഡെറ്റ്, അതൊരു കടമാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ സ്വന്തമാണ് കമ്പനി, പക്ഷെ എൻ്റെ പണം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കമ്പനിയെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ്, ഒരു കടമാണ്. അപ്പം നമുക്ക് തോന്നരുത് എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, അത് ഇറക്കിയാണ് ഞാൻ എക്സ്പാൻഷന് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല, പോയാലും ഞാൻ ഉണ്ടാക്കിയ കാശല്ലേ, കടമൊന്നും അല്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ചാത്തൻ നമ്മളോട് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, ഈവൻ ഇഫ് എത്ര ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും, യു ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ടായിരിക്കണം. ബക്കറ്റ് ഇൻ ദ സെൻസ്, നമ്മൾക്ക് ഒരു പ്രത്യേക ഫണ്ട് ഉണ്ടായിരിക്കണം. ഇതെന്ന് പറയുന്നത് റിസ്ക് ഫണ്ടാണ്. ഒരു വർഷത്തിൽ എൻ്റെ ഉള്ളിൽ തോന്നുന്ന, അത് എനിക്കറിയില്ല ഗുഡ് ഐഡിയ ആണോ ബാഡ് ഐഡിയ ആണോ എന്ന്, വാട്ട് എവർ ഇറ്റ് മേ ബി, എനിക്ക് തോന്നുന്ന ഒരു ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഞാൻ മാറ്റിവെക്കുന്നു. അത് നല്ലതായാൽ ഓക്കെ, അത് വളരും, പോയി, എനിക്കറിയില്ല. ഇങ്ങനൊരു ഫണ്ടും നമുക്ക് വെക്കണം. ഈ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈവൻ ദോ അതൊരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും അതിൽ റിട്ടേൺ കൂടുതലുണ്ടെങ്കിൽ, വേണമെങ്കിൽ ഈ പുതിയ 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 കാര്യങ്ങൾ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ ചാത്തനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ റിസ്ക് ഫണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഫണ്ട് മാത്രം, എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, അതിൽ നിന്ന് ഞാൻ ഒരു 5 ലക്ഷം രൂപ എല്ലാ വർഷവും മാറ്റി വെക്കുക. എന്താണിത്? ഇതൊരു റിസ്ക് ഫണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റുക. എന്താണ്? ഞാൻ അത് കംപ്ലീറ്റ്ലി
എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ റിസ്ക് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ 5 ലക്ഷം രൂപ. ഇതിൽ ഞാൻ അധികം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ല വിട്ടേരെ. ഇങ്ങനൊരു ഫണ്ട് നമുക്ക് വേണം. ഇതല്ലാത്ത ബാക്കി എല്ലാ ഫണ്ടും യു ഹാവ് ടു തറോലി ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ റിട്ടേൺ കിട്ടാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്. അതിൻ്റെ അകത്ത് പക്ഷെ ഒരു റിസ്ക് എലമെന്റ് ഉള്ളത്, നമ്മളൊരു 10 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, 10 സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു റേഷ്യോ പറയുന്നത് 6 എണ്ണവും പൂട്ടിപ്പോകാൻ സാധ്യത കൂടുതൽ. അതായത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പോകാൻ സാധ്യത കൂടുതലാണ്. 2 എണ്ണം ഒരു ആവറേജ് ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. 2 എണ്ണം ഭയങ്കരമായ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ 2 എണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഹൈപ്പർ ഗ്രോത്ത് വരുന്ന 2 എണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഈ 10 റിസ്ക് എടുത്തേ പറ്റൂ അവിടെ. സോ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലല്ലാതെ ഇതിൽ പോലും നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് പഠിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലും റിസ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലല്ലാതെ നമ്മുടെ ബിസിനസ്സിലോ മറ്റൊരു ഫിനാൻഷ്യൽ ഡിസിഷനിലോ ചാത്തന്റെ വാക്ക് കേൾക്കരുത്. ചാത്തൻ നമ്മളെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇട്ട് തന്നോണ്ടേയിരിക്കും. എന്തിനാണ്? കൊണ്ട് കുഴി ചാടിക്കാൻ. നമ്മളുടെ മുന്നിൽ അവസരങ്ങൾ കൊണ്ടിട്ട് തരും. അവനാണ് നമ്മളുടെ അടുത്ത് ആ ചിന്ത കൊണ്ടിട്ട് തരുന്നത്. അത് ചിലപ്പോൾ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബിസിനസ് വളർത്തിക്കൂടെ? നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് കുറഞ്ഞു പോയി? ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ആവേശം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ് എക്സ്പാൻഷനിലേക്ക് പോകും, അടുത്ത ബ്രാഞ്ചുകൾ ഇടാനായിട്ടും. ഇതൊരു പക്ഷെങ്കിൽ ചാത്തന്റെ ശബ്ദമായിരിക്കാം. സോ ചാരൻ എന്ന രൂപത്തിൽ വരുന്ന ചാത്തനെ ഏറ്റവും കൂടുതൽ പേടിക്കണം. കാരണം നമ്മളുടെ ആളായിട്ടാണ് ഇവൻ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്ന് ചാത്തന് നമ്മളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്പൈ, ചാരൻ. ബി വെരി 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 കെയർഫുൾ. സോ എന്താണ് ദൈവത്തിന്റെ ശബ്ദം, ഏതാണ് ചാത്തന്റെ ശബ്ദം? ഇതെങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും? എൻ്റെ ഉള്ളിൽ 2 ശബ്ദവും കേൾക്കുന്നുണ്ട്. ഹയർ സെൽഫും കേൾക്കുന്നുണ്ട്, ലോവർ സെൽഫും കേൾക്കുന്നുണ്ട്. എങ്ങനെ ചാത്തന്റെ ശബ്ദമാണിതെന്നും ഇത് ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ ആണെന്നും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനുള്ള ഏക മാർഗമാണ് നമ്മളുടെ അവയർനെസ് കൂട്ടുക എന്നുള്ളത്. നമ്മുടെ അവയർനെസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഓരോ ലെവൽ മൈനസിൽ നിൽക്കുന്നവരുണ്ട്, 0-യിൽ നിൽക്കുന്നവരുണ്ട്, 1, 2, 3, 4, ഓരോ ഫ്രീക്വൻസിയാണിത്. ഫ്രീക്വൻസി കൂടും തോറും നമ്മൾ ദൈവത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് കണക്റ്റഡ് ആവും. ഇത് ഹയർ സെൽഫിന്റെ ഫ്രീക്വൻസിയാണ്, ഇത് ലോവർ സെൽഫിന്റെ ഫ്രീക്വൻസിയാണ്. നമ്മൾ ലോവർ സെൽഫിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ കേൾക്കുന്നതെല്ലാം ചാത്തന്റെ ശബ്ദമായിരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ വി ഹാവ് ടു മൂവ് അപ്പ്. നമ്മൾ മുകളിലേക്ക് പോകണം. നമ്മളുടെ അവയർനെസ് ലെവൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രീക്വൻസി ഹയർ സെൽഫിലേക്ക് എത്തിക്കുക. അപ്പോ കൂടുതൽ കേൾക്കുന്ന ശബ്ദവും ഇവിടുത്തതും കേൾക്കും. നിങ്ങൾ ഏത് ചാനലിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. സ്ട്രഗിൾ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചുറ്റും ഇതിന്റെ ഒരു ഭയങ്കരമായ ഫ്രീക്വൻസി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ആളുകൾ, നിങ്ങളെ കാണുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ എല്ലാം ഇതായിരിക്കും. നിങ്ങൾ ഇതിന്റെ പിടിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഒരു സമയത്ത് ഞാനും അതിലായിരുന്നു. ഞാൻ അന്ന് ചെയ്ത കാര്യം, ഐ ഷിഫ്റ്റഡ്
ടു ഹയർ സെൽഫ്. ആ ഷിഫ്റ്റ് ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ചുറ്റുപാടിലാണ്, കായംകുളത്താണ്. എവിടേക്ക് നോക്കിയാലും എൻ്റെ പരിചയക്കാര്, അവർക്കൊക്കെ എൻ്റെ കഥ അറിയാം. അവർക്കൊക്കെ അറിയാം ഞാൻ പൊട്ടി നിൽക്കുകയാണെന്ന്, ഞാൻ തകർന്ന് നിൽക്കുകയാണെന്ന്. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് ചാത്തൻ എൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയാം, അതോ നോക്കിക്കേ, അവര് നിന്നെ നോക്കി ചിരിക്കുന്നു, നിന്നെ കളിയാക്കുന്നു. അവരറിഞ്ഞു പോലും കാണത്തില്ല. പക്ഷെ ചാത്തൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് വീട്ടിലിരുന്നാൽ സമാധാനം കിട്ടുന്നില്ല, നാട്ടിലോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല, എനിക്ക് കൂട്ടുകാരില്ല, എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് 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 ചുറ്റും അങ്ങ് വീർപ്പ് മുട്ടുകയാണ്, എനിക്കങ്ങ് ആത്മഹത്യ ചെയ്താൽ മതി എന്ന ചിന്തയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഐ മെയ്ഡ് ആൻ ഐഡന്റിറ്റി ഷിഫ്റ്റ്. ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്തായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത്, ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി എൻ്റെ അറ്റ്മോസ്ഫിയർ ഞാൻ മാറ്റി. അതിന് ഞാൻ ചെയ്തത്, ഞാൻ നേരെ എറണാകുളത്തേക്ക് പോയി. എറണാകുളത്തേക്ക് പോയപ്പോൾ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടി. കാരണം എറണാകുളം, ആസ് ഫാർ as കേരളം ഈസ് കൺസേൺ, എറണാകുളം ഈസ് ഓൺ എ ഹയർ സെൽഫ്. ഹയർ സെൽഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എറണാകുളം. ഈ ഭയങ്കര മൂവബിലിറ്റി, ഭയങ്കര തിരക്ക്, ഭയങ്കര വലിയ വലിയ ചർച്ചകൾ നടക്കുന്ന, വലിയ വലിയ മീറ്റിങ്ങുകൾ നടക്കുന്ന, വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന സ്ഥലമാണ് എറണാകുളം. ഞാൻ അങ്ങോട്ട് മാറി. അപ്പം എനിക്ക് ചുറ്റും നിന്നിരുന്ന എനിക്ക് എൻ്റെ പരിചയക്കാരെ എല്ലാം പിന്നെ ഞാൻ കാണാതായി. ഞാൻ കാണുന്നതെല്ലാം പുതിയ ആളുകൾ. ആ പുതിയ ആളുകളിൽ നിന്ന് എനിക്ക് പുതിയ ആശയങ്ങൾ കിട്ടിത്തുടങ്ങി. ആ ആശയങ്ങളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട്, ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്തുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന ആശയം എനിക്ക് എൻ്റെ ലോവർ സെൽഫിൽ നിന്നപ്പം കിട്ടിയില്ലായിരുന്നു. ലോവർ സെൽഫിൽ നിൽക്കുമ്പോൾ അപ്പുറത്തവര് എന്ത് വിചാരിക്കും? ആ കടക്കാരൻ ഇപ്പൊ വന്ന് കയറുമായിരിക്കോ? ഈ കാശ് കൊടുക്കാനുള്ള പലിശക്കാരൻ ഇപ്പൊ വിളിക്കുമായിരിക്കോ? ഈ ടെൻഷനിൽ നിന്നിരുന്ന എൻ്റെ ഉള്ളിൽ ഈ ജീവിത സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ ഹയർ സെൽഫ് വർക്ക് ചെയ്തില്ല. ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഐഡന്റിറ്റി ഷിഫ്റ്റ്. ഈവൻ ദോ എൻ്റെ ലൈഫ് ഇവിടെയാണെങ്കിലും ഐ സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ആസ് എ ന്യൂ പേഴ്സൺ. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ട് ഞാൻ വോയിസ് മെസ്സേജ് ഒക്കെ ഇടാൻ തുടങ്ങി. ഞാൻ ഇത്ര വർഷം, 13 വർഷമായിട്ട് സെയിൽസിലുള്ള ആളാണ്. സോ എനിക്ക് എൻ്റെ മേഖല സെയിൽസ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ആണ്. അന്ന് ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ട എങ്ങനെ, കാരണം ഇന്നത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. സെൻഡ് ആയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോസ്പെക്ടിങ്ങിനെ കുറിച്ചാണ്. ഹൗ ടു ഐഡന്റിഫൈ യുവർ കസ്റ്റമർ. കസ്റ്റമറെ കണ്ടെത്താൻ 3 മാർഗങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ ലൈഫ് സ്ട്രഗിളിംഗ് ആണ്, പക്ഷെ ഐ സ്റ്റാർട്ടഡ് ടു ഓപ്പറേറ്റ് ഫ്രം എ ഹയർ സെൽഫ്. അന്ന് തൊട്ട് ആളുകൾ എന്നെ സാറേ എന്ന് വിളിച്ചു തുടങ്ങി. ഇവിടെ എൻ്റെ ലോവർ സെൽഫിൽ പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഹയർ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം, സാറേ ഇന്ന് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, ഈ ഗ്രൂപ്പിന്റെ അകത്തെ ചോദ്യങ്ങളാണ്. ആ രണ്ടാമത്തെ പോയിന്റിന്റെ അകത്ത് എന്താണ്? അപ്പം ഒരു വിലയും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് അംഗീകാരങ്ങൾ തരുന്ന, അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഞാൻ മാറാൻ തുടങ്ങി. എൻ്റെ ആൾട്ടോ 800 പോലീസ് പിടിച്ചോണ്ട് പോയി, EMI അടയ്ക്കാത്തതിന്റെ പേരിൽ. പക്ഷെ എറണാകുളത്തേക്ക് ചെന്നപ്പോൾ ഞാൻ ബെൻസിന്റെ ഷോറൂമിൽ ചെന്നു, ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ബട്ട് ഐ ഷിഫ്റ്റഡ് മൈ ഐഡന്റിറ്റി. അന്ന് എനിക്ക് താമസിക്കാൻ വലിയ ഫ്ലാറ്റ് ഒന്നും എടുക്കാനായിട്ടില്ല. ഞാനൊരു ചെറിയ റൂമിലാണ് റെന്റിന് താമസിക്കുന്നത്. ബട്ട് ഞാൻ വലിയ വലിയ അപ്പാർട്ട്മെന്റുകൾ നോക്കാൻ പോയി. എങ്ങനെയാണ് ഇവിടുത്തെ റെന്റ്, എത്രയാണ് ഇവിടുത്തെ റെന്റ് എന്നൊക്കെ നോക്കാൻ പോയി. പിന്നീട് ഞാൻ ആ വണ്ടി മേടിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ഫ്ലാറ്റുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഇന്ന് അതുപോലുള്ള ഫ്ലാറ്റുകൾ ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഐ ചേഞ്ച്. എൻ്റെ സിറ്റുവേഷൻ മാറിയില്ല, ഞാൻ മാറി.
എന്താണ് കായംകുളത്ത് നിന്നപ്പം കിട്ടാത്തത് എറണാകുളത്ത് നിന്നപ്പോ എനിക്ക് കിട്ടിയത്? എങ്ങനെയാണ് എൻ്റെ ആ ഫ്രീക്വൻസി ഞാൻ ഉയർത്തിയത്? ആ ഫ്രീക്വൻസി ഉയർത്താൻ വേണ്ടി ആദ്യം ആദ്യം ഞാൻ ചെയ്ത കാര്യമാണ് എൻ്റെ സെൽഫ് ഇമേജ് മാറ്റി. സെൽഫ് ഇമേജ്. കായംകുളത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരും എന്നെ അറിയാവുന്ന ആള്, എല്ലാവർക്കും എന്നെ അറിയാം, അവർക്കൊക്കെ അറിയാം ഞാൻ പൊട്ടി തകർന്ന് നിൽക്കുകയാണെന്ന്. ഒരുപാട് പേർക്ക് കാശ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ തല എപ്പോഴും ഇങ്ങനെയായിരുന്നു. എൻ്റെ തല ഇങ്ങനെ കുനിച്ചിട്ടാണ് ഞാൻ കായംകുളത്ത് വീട്ടിലായാലും റൂമിലായാലും ഗേറ്റിന്റെ അവിടെ ആയാലും റോഡിൽ ഇറങ്ങിയാലും കായംകുളം ടൗണിലേക്ക് ഇറങ്ങിയാലും ഞാൻ ഒരു കല്യാണത്തിന് പോകത്തില്ല, ഞാൻ ഒരു മരണത്തിന് പോകില്ല. അതൊക്കെ അന്നത്തെ ശീലമാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ നോക്കി കളിയാക്കുകയാണോ എന്ന ചിന്ത. ഞാൻ ഇങ്ങനെയാ നിൽക്കുന്നത്. അഥവാ അച്ഛനെയും കൊണ്ട് എവിടെങ്കിലും ഒന്ന് പോകാൻ വന്നാലും അച്ഛനെ ഞാൻ വിട്ടിട്ട് ഞാൻ വണ്ടിക്കകത്ത് ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ അവിടെ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. ഞാനൊരു കുറ്റവാളിയെ പോലെ ഇങ്ങനെയായിരുന്നു. പക്ഷേ എറണാകുളത്തേക്ക് മാറിയപ്പോൾ ആർക്കും എന്നെ അറിയത്തില്ല. കായംകുളത്ത് നിൽക്കുമ്പോൾ ഇനി ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും ആളുകൾ പറയും പൊട്ടി തകർന്നിക്കുക, എന്നിട്ടും അവന്റെ ഷോ കണ്ടില്ലേ. പക്ഷെ എറണാകുളത്തേക്ക് മാറിയിട്ട് എനിക്ക് കാശ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല ഉടുപ്പ് മേടിക്കാൻ തുടങ്ങി, നല്ല പാൻറ് ഇടാൻ തുടങ്ങി, നല്ല ഷൂ മേടിക്കാൻ തുടങ്ങി, നല്ല വൃത്തിയായിട്ട് നടക്കാൻ തുടങ്ങി. മറ്റേ കായംകുളത്ത് നടക്കുമ്പോൾ എനിക്ക് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു നിരാശ പിടിച്ച മനുഷ്യനെ പോലെ, തകർന്ന മനുഷ്യനെ പോലെയാണ് നടക്കുന്നത്. ആരെ കാണിക്കാൻ? ഞാൻ വൃത്തിയായിട്ട് നടന്നാൽ കടക്കാർ വന്നിട്ട് എൻ്റെ കഴുത്തിന് പിടിക്കും, നിനക്ക് ഇതിനൊക്കെ കാശുണ്ടല്ലേ. പക്ഷെ എറണാകുളത്തേക്ക് ചെന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 350 രൂപ, 400 രൂപ, 450 രൂപയുടെ ഷർട്ടൊക്കെ പോയി മേടിച്ച് ഇട്ടിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് കാരണം ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ വൃത്തിയായിട്ട് നടക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഷേവ് ചെയ്ത് കൃത്യമായ രീതിയിൽ ഞാൻ ഡ്രസ് ചെയ്ത് ഇൻഷർട്ടൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ ഓട്ടോയിൽ അല്ലെങ്കിൽ ബസ്സിന് പോയിക്കൊണ്ടിരുന്ന ഞാൻ പതുക്കെ ഊബറിലേക്ക് കയറാൻ തുടങ്ങി. ഇതൊക്കെ വന്നപ്പോ എൻ്റെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള ഇമേജ് മാറി. എന്താണത്? പ്രതിച്ഛായ, സെൽഫ് ഇമേജ്, പ്രതിച്ഛായ. പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ തുടങ്ങി ആദ്യം. എന്താണ് ഈ പ്രതിച്ഛായ? എനിക്ക് എന്നെ കുറിച്ചുള്ള ചിന്തകൾ, തോട്ട് ഓഫ് മീ, അബൌട്ട് മീ, എനിക്ക് എന്നെ കുറിച്ചുള്ള ചിന്തകൾ മാറാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഡ്രസ് ഇടുന്നു. ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ സമയം ഞാൻ പോയിരിക്കുന്നത് ഹോളിഡേ ഇന്നിലായിരുന്നു. ഞാൻ അവിടെ ചെന്നിരിക്കുന്നു. അന്ന് ഞാൻ കാണുന്നത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഏതോ ഒരു കോളില ഞാനിങ്ങനെ ഫോണിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറയാണ്, അനിൽ പൊറേ ലാലേട്ടൻ. ഞാൻ ലാലേട്ടനോ? ഞാൻ നോക്കുമ്പോ എന്താ, ലാലേട്ടൻ ഇങ്ങനെ മുണ്ടുമൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നു. ഓടി ചെന്നിട്ട് ലാലേട്ടാ നമസ്കാരം. അപ്പോ ഓക്കെ, ഇങ്ങനെ ഒരു പരിചയമില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോ ഒരു പ്രോക്സിമിറ്റി. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തൊരാൾ വന്നിരിക്കുന്നു. അത് നമ്മുടെ ഇടവേള ബാബുച്ചേട്ടൻ. ബാബുച്ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പം ഞാൻ ഇപ്പുറത്തിരിക്കുന്നു. നമ്മൾ പിന്നെ അവിടുത്തെ സ്ഥിരം ആളായി. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട് വരുന്നു, ജയസൂര്യയുടെ അടുത്ത്. ഇത് ഭയങ്കര സെയിൽസ് ട്രെയിനറാ കേട്ടോ. ആ 10 മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ, പക്ഷെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഭയങ്കര സെയിൽസ് ട്രെയിനറാ കേട്ടോ. ആണോ ആണോ, പുള്ളിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ രീതിയിൽ പുള്ളി ഇങ്ങനെ ഇതാക്കുന്നു. ഇങ്ങനെ പതുക്കെ ഞാൻ കരീമിക്കയെ പരിചയപ്പെടുന്നു. കരീമിക്ക പുള്ളിയുടെ സർക്കിളിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഒരേത്തൊരു കാണാനായിട്ട്, ഓക്കെ എവിടെ വെച്ചാ അനിലിനെ ഒന്ന് കാണാൻ പറ്റുന്ന, ഇതോട്ട് കരീം പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ സെയിൽസിന്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ മിസ്ബായ്ക്ക് ഉൾപ്പെടെ. ഞാൻ പറഞ്ഞ ശരി, നമുക്ക് ഹോളിഡേ ഇന്നിലിരിക്കാം. അങ്ങനെ ഇവരവിടേക്ക് വരാൻ തുടങ്ങി. എന്നെ കാണാനും ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ എന്നിൽ ചേഞ്ച് ഉണ്ടായ ദിവസം ഇതാണ്. ഞാനിങ്ങനെ ആ ലോഞ്ചിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മുകളിലോ മറ്റോ അന്ന് നമ്മുടെ സന്തോഷ് നായർ സാറിന്റെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു.
ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവർ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ താഴോട്ട് ഇറങ്ങി വരുന്നു ആ സ്റ്റെപ്പിൽ നിന്ന്. ഞാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളിന് ഞാനിങ്ങനെ അവരുടെ ബിസിനസിന്റെ അകത്തെ സെയിൽസ് കറക്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരാളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തോളെ തട്ടി. ഞാനിപ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ആ, അനിൽ? ഞാൻ പറഞ്ഞ അതെ. അനിൽ ബാലചന്ദ്രൻ? ഞാൻ പറഞ്ഞ അതെ. അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് അത്രയും പേരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ബാ 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 ഇഞ്ഞു വന്നേ ഇഞ്ഞു വന്നേ ഇഞ്ഞു വന്നേ, ഇതാരാന്നറിയോ? ഈ മുതലാരാന്നറിയോ? എനിക്ക് ഈ മനുഷ്യനെ മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കിന് എല്ലാവരോടും ഇങ്ങനെ വരുന്നു. വന്നിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ അനില്, ഞാൻ പറഞ്ഞില്ലയോ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം, ഇതാണ് ആ മുതല്. എനിക്ക് നിങ്ങളെ അറിയത്തില്ലായിരുന്നു, കാരണം എന്നെ ആർക്കും അറിയത്തില്ല. ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഇതിൻ്റെ അകത്ത് ഈ വോയിസ് ഇടുന്ന ആളല്ലേ ഞാൻ. എൻ്റെ ശബ്ദം, നിങ്ങളുടെ ശബ്ദമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. നിങ്ങളുടെ ശബ്ദത്തിന്റെ പവർ ഉണ്ടല്ലോ, എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒന്ന് പറഞ്ഞേ അതൊന്ന് പറയൂ. അപ്പോഴത്തേക്കിനെ ഞാൻ ചോദിച്ചു എന്താ, അല്ല ഈ നമസ്കാരം അനിൽ ബാല അതൊന്ന് പറയൂ. ഞാൻ പറഞ്ഞില്ല, അത് അല്ലല്ലല്ല പറയണം എന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കും. എന്നിട്ട് എന്നെ കാണിക്കും, ഇത് കണ്ടോ രോമം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ, യു ആർ സോ സൂപ്പർബ്. ആരാണെന്നറിയോ? ജെയിംസ് ഏട്ടൻ, മാളിയേക്കൽ ഇലക്ട്രോണിക്സിലെ ജെയിംസ് ഏട്ടൻ. ആ സന്തോഷ് നായർ സാറിന്റെ ക്ലാസ്സിൽ വന്ന അത്രയും പേരും വന്നിട്ട് എനിക്ക് കൈ തരുന്നു. ഞങ്ങൾ ആ വോയിസ് കേട്ടായിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലില്ല, പക്ഷെ ആ വോയിസ് ഷെയർ ചെയ്തിട്ട് എനിക്ക് വന്നായിരുന്നു. അടിപൊളി സാധനമാണ് പറഞ്ഞത് കേട്ടോ. ആ ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ടല്ലോ, പെർഫെക്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, കറക്റ്റാ പറഞ്ഞത്. നിങ്ങൾ ആ എംപ്ലോയീസിന്റെ സെയിൽസുകാരുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഒരു 10-50 പേരെങ്കിലും വന്നിട്ട് എനിക്ക് ഹാൻഡ് ഷേക്ക് തരുന്നു, ഇത് പറയുന്നു, ഇതൊക്കെ ഇങ്ങനെ പോകുന്നു. ആ മൊമെന്റിൽ it changed my self-esteem. എൻ്റെ ആത്മാഭിമാനമാണ് അവിടെ വർദ്ധിച്ചത്. കായംകുളത്ത് എൻ്റെ പ്രതിസന്ധിയിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം എനിക്ക് തിരിച്ചു കിട്ടിയ മൊമെന്റ് ആയിരുന്നു അത്. തിരിച്ചു കിട്ടിയ നിമിഷങ്ങളായിരുന്നു. അപ്പോ എൻ്റെ സെൽഫ് ഇമേജ് കൂടുന്നു, എൻ്റെ സെൽഫ് എസ്റ്റീം കൂടുന്നു, എൻ്റെ പ്രതിച്ഛായ വർദ്ധിക്കുന്നു, എനിക്ക് എന്നെക്കുറിച്ചുള്ള ചിന്തകൾ പോസിറ്റീവ് ആകുന്നു, എനിക്ക് എന്നെക്കുറിച്ചിട്ട് ആത്മാഭിമാനം. എന്താണ് ആത്മാഭിമാനം? വാട്ട് ഐ ഫീൽ. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ഫീല് കിട്ടാൻ തുടങ്ങി. യെസ്, എനിക്ക് കഴിവുള്ളവനാണ്, എനിക്ക് കഴിവുണ്ട്, ഐ ആം സംതിങ് ഡിഫറെന്റ്. എൻ്റെ ശബ്ദം വരെ ആളുകൾ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയും വലിയ ബിസിനസ് ഓണേഴ്സ്, എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് അന്ന്. ഇവരൊക്കെ എന്നെ തിരിച്ചറിയുന്നു, ഇവരെന്റെ ശബ്ദം പോലും തിരിച്ചറിയുന്നു. അപ്പം എത്രത്തോളം പവർഫുൾ ആണ് എൻ്റെ വാക്കുകൾ, എൻ്റെ ടോൺ. സോ ഐ ആം സംതിങ് സ്പെഷ്യൽ. ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ദാറ്റ്. എനിക്ക് ആത്മാഭിമാനം ഉണ്ടാകാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ എറണാകുളത്തേക്ക് മാറി ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ സെയിൽസിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമായിരുന്നു. എങ്ങനെ കോണ്ടന്റുകൾ ഉണ്ടാക്കണം, എങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കണം, അത് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഏറ്റവും ഷോർട്ടായിട്ട്. കാരണം വാട്സപ്പിൻ്റെ അകത്ത് ഈ ഞെക്കി പിടിച്ച് അയക്കണ്ടേ, ഏറ്റവും ഷോർട്ടായിട്ട് എന്നാൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എങ്ങനെ ഈ മെസ്സേജ് കൺവേ ചെയ്യണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഈ സമയമൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മറ്റൊരു കമ്പനിക്ക് വേണ്ടി വർക്കും കൂടെ ചെയ്യുന്ന സമയമാണ്. മറ്റൊരു സ്ഥാപനത്തിൽ 50,000 രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം എനിക്ക് ജീവിക്കണ്ടേ, ഭാര്യയും കുഞ്ഞുണ്ട്, പപ്പുണ്ണിയുണ്ടെന്ന്, അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ, കടം ഒരുപാടുണ്ട്, എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്ത് നിർത്തണ്ടേ. ഞാൻ അങ്ങനെ ജോലിക്ക് കയറുകയും എനിക്ക് അവിടുന്ന് 50,000 രൂപ ശമ്പളം കിട്ടുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുകയും ചെയ്യും. എങ്ങനെയാണ് എനിക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും.
എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് 50,000 രൂപ തരുന്നതിന് എനിക്കൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോൾ വരുന്നു എവിടെ പോകുന്നു ഇതൊന്നും നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഈ 50,000-ന് പകരം ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പൊ അവരെനിക്കൊരു മന്ത്ലി ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഞാനത് 10-ാം തീയതിക്കുള്ളിൽ തന്നെ അച്ചീവ് ചെയ്യും. 1-ാം തീയതി തുടങ്ങി 10-ാം തീയതി, പിന്നത്തെ 20 ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അവർ തിരക്കാറില്ല. അവർ തിരക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഫ്രീ ടൈം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ഏൽപ്പിച്ച ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ദേ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അവരുടെ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും ഈ സമയത്ത് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയണം. അങ്ങനെ ഞാൻ ആ പഠിക്കുകയും കൂടെ ചെയ്തത് കൊണ്ട് ഞാൻ ആ പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്തത് കൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടെ ഉണ്ടായി, സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് മുടിഞ്ഞ കോൺഫിഡൻസ് ആയി. എന്താണ്? ആത്മവിശ്വാസം. ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം എവിടെ നിന്നാ വരുന്നത്? ഫ്രം മൈ ആക്ഷൻസ്. ഞാൻ രാത്രികളെ പകലുകളാക്കി ഞാൻ പഠിക്കുമായിരുന്നു. അന്ന് തുടങ്ങിയ ശീലമാണ് റിസർച്ച് ചെയ്യുക, പുതിയ പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്തുക, അത് ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഹാബിറ്റായി മാറി. എന്തൊരു കാര്യം കണ്ടാലും അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ റിസപ്ഷനിൽ നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ നടക്കുന്ന കാര്യം, ഇതായി മാറി നാളത്തെ എൻ്റെ ടോപ്പിക്. അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ ടൈം കോണ്ടന്റ് ആക്കി ഗ്രൂപ്പുകളിലേക്ക് ഇടാനായിട്ട് തുടങ്ങി. അതിൽ കൂടി എനിക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടായി. ഞാൻ അന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, എന്തോ ഒരു കാര്യത്തിന് ഈ കമ്പനിയുടെ സെയിൽസുമായി ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ജനശതാബ്ദിയിലോ മറ്റോ ആണ്. ഏതോ ഒരു ട്രെയിനിൽ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഈ ഭിക്ഷക്കാർ വരാറുണ്ട്. ഭിക്ഷക്കാർ. അപ്പം എല്ലാവരും 5 രൂപ കൊടുക്കുന്നു, അല്ലെ 1 രൂപ കൊടുക്കുന്നു, 2 രൂപ കൊടുക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഏതോ ഒരു സ്ലീപ്പർ ക്ലാസ്സോ മറ്റോ ആയിരുന്നെന്ന് എൻ്റെ ഓർമ്മ. കാരണം എൻ്റെ അടുത്ത് ഇരുന്നത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയ ഒരാളാണ് എൻ്റെ അടുത്തിരിക്കുക. പുള്ളി ദുബൈയിൽ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. ഞാൻ ദുബൈയിൽ നിന്ന് വരികയാണ്, കോഴിക്കോട് ഫ്ലൈറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഞാൻ കോഴിക്കോടിന് പോവാണ് എന്ന് എന്നോട് പറഞ്ഞ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോ ഇങ്ങനെ ഭിക്ഷക്കാർ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഈ തൂക്കാനൊക്കെ വരുന്നു, അവർക്കൊക്കെ എല്ലാവരും എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ഞാനും എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂരേന്ന് ഒരു പാട്ട് കേൾക്കാം. അപ്പൊ അന്ന് ഈ ഇന്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് ഇല്ല ആർക്കും. ആരും അധികം ഫോണിൽ നോക്കിയിരിക്കുന്നില്ല. പണ്ടത്തെ ആ ഒരു ശൈലിയാണ്. എല്ലാവരും പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ തമ്മിൽ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. എന്നെ ആർക്കും അറിയത്തില്ല. ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാം. ഈ പാട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ ശ്രദ്ധിച്ച് എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇതെവിടുന്ന ഈ പാട്ട്. നോക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വരികയാണ്. ഇയാളുടെ കയ്യിൽ ഒരു ബാറ്ററി ഇട്ട ഒരു 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 ടേപ്പ് റെക്കോർഡ്, എന്താ അതിന് പറയുന്നത്, പണ്ടത്തെ ഒരു ബാറ്ററി ഇട്ട സാധനമാണ്. ഇതിങ്ങനെ കഴുത്തെ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇയാള് ഭിക്ഷ എടുക്കാൻ വരികയാണ്. ഞാൻ കണ്ട കാഴ്ച, അതിനു മുന്നേ വന്ന ഭിക്ഷക്കാർക്ക് വരെ 1 രൂപ 2 രൂപ കൊടുത്തോണ്ടിരുന്നവര് 10 രൂപ കൊടുക്കുന്നു, 20 രൂപ കൊടുക്കുന്നു. എൻ്റെ അടുത്ത് ആ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ ആള് 50 രൂപ കൊടുക്കുന്നു. ഞാനാ പതുക്കെ ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് പതുക്കെ ഞാൻ എഴുന്നേറ്റ് പോയി അടുത്തൊരു സ്റ്റേഷൻ എത്തിയ സമയത്ത് ടോയ്ലറ്റിന്റെ അവിടോട്ട് ഞാൻ കയറിയിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിന്റെ അകത്തൊരു മെസ്സേജ് ഇടുകയാണ്. നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. സാധാരണ ഞാൻ വെളുപ്പിനെ 5 മണിക്കാണ് വോയിസ് ഇടാറുള്ളത്, എന്താ ക്ലാസ് എടുക്കാറുള്ളത്. ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ഈ വോയിസ് എടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഈ സമയത്ത്, ഉച്ചയായതേ ഉള്ളൂ, ഈ സമയത്ത് ഞാൻ ഇത് വന്നത്, ഞാൻ ഇപ്പൊ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു പ്രോസ്പെക്റ്റിങ്ങിന്റെ ബ്യൂട്ടി ഞാൻ ഇപ്പൊ കണ്ടു. എങ്ങനെ വ്യത്യസ്തനാകാം നമ്മളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത്.
ബാക്കി എല്ലാവരും വന്നിട്ട് സാറേ സഹായിക്കണേ എന്ന് പറഞ്ഞ സമയത്ത് ഒരാൾ മാത്രം ഒരക്ഷരം പോലും മിണ്ടാതെ, ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു ടേപ്പ് റെക്കോർഡർ തോളയിലിട്ടുകൊണ്ട് കഴുത്തിലിട്ടുകൊണ്ട് വന്നിട്ട് മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി പൈസ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഞാനിപ്പോ കണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിൽ കണ്ട ഇൻസിഡന്റ് ഞാനൊരു വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ആ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ അയക്കുന്നു. അപ്പം ഒരെണ്ണം ഇട്ട്, രണ്ടെണ്ണം ഇട്ട്, അന്ന് നമുക്ക് ഈ 5 ഗ്രൂപ്പിലേക്ക് മാത്രമല്ല, നമുക്ക് അറ്റ് എ ടൈം 100 150 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ എടുക്കുന്നു. എനിക്ക് 756 വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ അയക്കുമ്പോഴത്തേക്കിന് അന്നത്തെ പാട്ട ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അയക്കുമ്പോൾ തന്നെ ഫോൺ ഹാങ് ആവും. പിന്നെ കുറെ നാള് നേരത്തേക്ക് നമ്മൾ വേറെ ഏതോ ലോകത്താണ്, കാരണം ഫോൺ വർക്ക് ചെയ്യത്തില്ല. ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചു. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആള്, അയാൾ ഒരു ഫാമിലി ആയിട്ടായിരിക്കുന്നത്, ഓപ്പോസിറ്റ് ഇരുന്ന ആള് എന്നെ ഒന്ന് നോക്കിയിട്ട്, നിങ്ങളാണോ അനിൽ ബാലചന്ദ്രൻ? ഞാനാ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ അതെ. ഇപ്പൊ ഇവിടെ നടന്ന കാര്യം നിങ്ങൾ ഇപ്പൊ വോയിസ് ഇട്ടായിരുന്നോ? ഞാൻ പറഞ്ഞ ഇട്ട്. ആ നിങ്ങളുടെ ഗ്രൂപ്പിൽ എൻ്റെ അനിയനുണ്ട്. അവൻ ആ ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് എനിക്ക് ഈ സാധനം എടുത്തയച്ചു. കാരണം അവൻ ഇപ്പൊ അറിയാം ഞാനും ഈ ട്രെയിനിന്റെ അകത്ത് യാത്ര ചെയ്യുന്നുണ്ടെന്ന് അവൻ അറിയാം. അവൻ എനിക്കെടുത്ത് ഇപ്പൊ ഈ സാധനം അയച്ചു തന്നു. യു ആർ അമേസിങ് കേട്ടോ. ഇവിടെ നടന്ന കാര്യം ഞങ്ങൾക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഇപ്പൊ എന്താ ഇവിടെ, പക്ഷെ നിങ്ങൾ അത് പറഞ്ഞ്, എന്നിട്ട് ഇയാൾ എൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടെ, അതേ ഇതാ പറ. പിന്നെ അവിടെ ആ അതിൻ്റെ അകത്ത് ഞാൻ ആരായി മാറി? ഒരു ഹീറോ ആയി മാറി. ഇത് ഈ ഒരൊറ്റ വോയിസ് ആണ്, ഈ ഒരൊറ്റ ഇൻസിഡന്റ് ആണ്, ആ ട്രെയിനിന്റെ അകത്ത് നടന്ന ആ ഒരു ഇൻസിഡന്റ് ആണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഈ സാധനം വൈറലായി, ഈ സാധനം ആ ഗ്രൂപ്പുകളിൽ വൈറലായി. ഈ ഈ ഒരൊറ്റ വോയിസ്. വാട്ട് വാസ് ദാറ്റ്? വാട്ട് വാസ് ദാറ്റ്? മൈ ആക്ഷൻ. എവിടെ നിന്നാണ് ആ ആക്ഷൻ വന്നത്? കംസ് ഫ്രം മൈ കോൺഫിഡൻസ്, മൈ പ്രിപ്പറേഷൻ, മൈ ഒബ്സർവേഷൻ, മൈ സ്കിൽ. എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തപ്പോ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് വന്നു, ആത്മവിശ്വാസം വന്നു. എന്റെ ഫീല് കറക്റ്റ് ആയപ്പോ എനിക്ക് ആത്മാഭിമാനം വന്നു. എനിക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കറക്റ്റ് ആയപ്പോ എന്റെ പ്രതിച്ഛായ കറക്റ്റ് ആയി. ഈ 3 കാര്യങ്ങളിൽ നിന്ന് എന്റെ അവയർനെസ് ലെവൽ ഉയർന്നു. ആർ യു വിത്ത് മീ? എന്റെ ലൈഫാ ഞാൻ പറയുന്നത്. ഈ സ്ട്രഗിളിൽ കിടന്ന ഞാൻ എങ്ങനെ ആത്മവിശ്വാസം നേടിയെടുത്തു എന്ന എൻ്റെ യാത്രയാണ് ഞാൻ പറയുന്നത്. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ചാത്തനെ ഞാൻ അടിച്ചിരുത്തി എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രതിച്ഛായ, ആത്മാഭിമാനം, ആത്മവിശ്വാസം, ഇത് 3ഉം കൂടി അലൈൻഡ് ഇതിലേതെങ്കിലും ഒന്ന് മാത്രം കൂടിയിട്ട് കാര്യമില്ല. ഇത് 3ഉം ഒരേപോലെ അലൈൻഡ് ആവുന്ന സമയത്ത് നമ്മളിൽ അവയർനെസ് ലെവൽ കൂടും, ഉയർന്ന ചിന്താഗതി ഉണ്ടാകും. ആ ഉയർന്ന ചിന്താഗതി ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ എത്തിക്കും. ആ ഫ്രീക്വൻസിയിൽ നമ്മൾക്ക് ഹയർ ഫ്രീക്വൻസിയുമായിട്ട് കണക്ട് ആകും. ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ലോവർ ഫ്രീക്വൻസിയിൽ നിന്നാൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ ചാത്തൻ്റെതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഫസ്റ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ ഐഡന്റിറ്റി. ഐഡന്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കാതെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. വാട്ട് ഈസ് ഐഡന്റിറ്റി ഷിഫ്റ്റ്? ദിസ് ഈസ് ദ റിയാലിറ്റി. ഇതാണ് റിയാലിറ്റി, യാഥാർത്ഥ്യം. ഓക്കെ, ഇത് ഇന്നത്തെ ഞാൻ, ദിസ് ഈസ് ദ കറന്റ് റിയാലിറ്റി. ഇതാണ് ഇന്നത്തെ എൻ്റെ വ്യക്തിത്വം, എൻ്റെ ഐഡന്റിറ്റി. എനിക്ക് പോകേണ്ടത് ഇവിടേക്കാണ്. ഇതാണ് എൻ്റെ ലക്ഷ്യം, മൈ ഗോൾ. എനിക്ക് ഇന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ഇതാണ് എൻ്റെ ന്യൂ ഐഡന്റിറ്റി. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എൻ്റെ ന്യൂ ഐഡന്റിറ്റി ഇതാവണം. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇന്നത്തെ ഞാനിത് എനിക്ക് ഇവിടേക്ക് എത്തണം. ഞാനാ
ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന്, ഇന്നത്തെ പ്രതിച്ഛായയോടുകൂടി, ഇന്നത്തെ ആത്മാഭിമാനം വെച്ചിട്ട്, ഇന്നത്തെ ആത്മവിശ്വാസം വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ യാത്ര, ഇതായിരിക്കും ഞാൻ എത്തിച്ചേരുന്ന സ്ഥലം. സമയം പോയി എന്നുള്ളതല്ലാതെ എൻ്റെ സ്ഥാനത്തിന് ഒരു മാറ്റവുമില്ല. ഐ ആം ഇൻ ദ സെയിം ലെവൽ. എങ്ങനെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടത്? ഈവൻ ദോ ദിസ് ഈസ് ദ റിയാലിറ്റി, ഇതാണ് യാഥാർത്ഥ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചിന്തകൾ കൊണ്ട് ഒരു പുതിയ വ്യക്തിയായി മാറണം. നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് ഒരു പുതിയ വ്യക്തിയായി മാറണം. ഇതിന്റെ പേരാണ് ആക്ട് ആസ് ഇഫ്. ഞാൻ ഇവിടെ എത്തിയില്ല, പക്ഷെ അവിടെ എത്തിയ രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അതാണ് ആക്ട് ആസ് ഇഫ്. ഇത് അഭിനയിക്കല്ല കേട്ടോ. ആക്ട് ആസ് ഇഫ് ഈസ് നോട്ട് അഭിനയം. അവിടെ എത്തിയതായിട്ട് അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ എത്തിയ ആളായിട്ട് ഞാൻ മാറുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിയ ആളായിട്ട് ഞാൻ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആക്ട് ആസ് ഇഫ്. ടേക്ക് ആക്ഷൻ ആസ് ഇഫ് യു ഹാവ് ഓൾറെഡി റീച്ച്ഡ് ഹിയർ. അപ്പൊ എന്തുണ്ടായി? ഇതാണ് എൻ്റെ ജീവിതം, റിയാലിറ്റി. പക്ഷെ ഞാൻ ഈ ഒരു വ്യക്തിയാകുന്ന രീതിയിൽ ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. ഈ വ്യക്തി എഴുന്നേക്കുന്നത് രാവിലെ 7:30 പക്ഷെ ഈവൻ ദോ ഞാൻ ഇവിടെയാണ് എൻ്റെ റിയാലിറ്റി എങ്കിലും ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. കാരണം 4 മണിക്ക് എഴുന്നേറ്റ് ഈ വോയിസ് ഇട്ടെങ്കിൽ മാത്രമേ 9 മണിക്ക് എനിക്ക് ഓഫീസിൽ പോകണം. അതിനു മുന്നേ ഈ 756 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടാനും ഈ ഹാങ്ങുകൾ മാറ്റാനും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ, പണ്ടത്തെ ഫോൺ ഓർമ്മയുണ്ടോ പ്രിൻസേ? ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി ഊരാൻ പറ്റുന്ന ഫോണായിരുന്നു, ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഊരിയിട്ടാണ് ഞാൻ എൻ്റെ ഹാങ് മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പം 4 മണിക്ക് എഴുന്നേറ്റാലേ ഇത് റെക്കോർഡ് ചെയ്യാനും ഇത്രയും ഗ്രൂപ്പുകളിൽ എത്തിച്ചിട്ട് 8:30 എനിക്ക് ഇറങ്ങി ഓഫീസിൽ പോകാൻ പറ്റൂ. സോ ഈ വ്യക്തിയായിട്ട് നിൽക്കുന്ന സമയത്തും ഈ വ്യക്തി എഴുന്നേക്കേണ്ട സമയത്ത് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി 4 മണിക്ക്. ഈ വ്യക്തി രാവിലെ 7:30 എഴുന്നേറ്റിട്ട് 9 മണിക്ക് ഓഫീസിൽ എത്തുന്ന സമയത്തിനുള്ളിൽ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. പക്ഷെ ഈ വ്യക്തി 9 മണിക്ക് ഓഫീസിൽ എത്തുന്നതിന് മുന്നേ 5 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തിയ, ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഈ വ്യക്തി രാവിലെ ഓഫീസിൽ ചെല്ലുന്നു, അവിടുന്ന് എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഒരു ദിവസം നീട്ടിക്കളയായിരുന്നു. പക്ഷെ ഈ വ്യക്തി എന്ത് ചെയ്യാൻ തുടങ്ങി? വൈകിട്ട് 3 മണിക്ക് എത്തിയിട്ട് വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് 5 മണിക്ക് വീണ്ടും അടുത്ത വോയിസ് ഇടണം. 5 മണിക്ക് തുടങ്ങുന്നത് രാത്രി 9 മണി കഴിഞ്ഞാലും അന്ന് ഈ അഡ്മിനുള്ളി ഒന്നും ഇല്ല. ഗ്രൂപ്പിലേക്ക് ഈ വോയിസ് ഇടുമ്പോൾ പിന്നെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട്, കളിയാക്കലുകളുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്. അത് അങ്ങനല്ലെന്നുള്ള അഭിപ്രായം വരും, ചർച്ചകൾ വരും. ഇതിനൊക്കെ ഒറ്റ ഒരാളെ ഉള്ളൂ മറുപടി കൊടുക്കാൻ, ഞാൻ. ഇതൊക്കെ കഴിയുമ്പോൾ രാത്രി 10 മണി. വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ് 7 മണിക്കൂർ. രാവിലെ 5, 12 മണിക്കൂർ എൻ്റെ റിയൽ ജോലി കൂടാതെ ഈ പുതിയ വ്യക്തിയാകാൻ വേണ്ടി ഡെയിലി 12 മണിക്കൂർ മാറ്റി വെക്കുമായിരുന്നു. ഈവൻ ദോ ഇതാണ് എൻ്റെ റിയാലിറ്റി എങ്കിലും ഐ ആക്റ്റഡ് ലൈക്ക് ദിസ് ന്യൂ പേഴ്സൺ. അതിൻ്റെ പേരാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. ഐഡന്റിറ്റി ഷിഫ്റ്റ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിത സാഹചര്യം ഇന്നത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇന്നത്തെ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് പുതിയ സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ ഐഡന്റിറ്റി, വിച്ച് മീൻസ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. അതായത് നിങ്ങൾ ഇങ്ങനൊരു വ്യക്തിയാകുന്ന സമയത്ത് ഒരു ദിവസം എന്തൊക്കെ ആക്ഷൻസ് എടുക്കുവോ അത് ഇവിടെ നിന്നുകൊണ്ട് എടുക്കണം. ഇങ്ങനൊരു വ്യക്തിയാകുന്ന സമയത്ത് അയാൾ എപ്പോൾ എഴുന്നേക്കുന്നു, അയാൾ എപ്പോൾ കിടക്കുന്നു, അയാൾ ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു, അയാൾ എവിടൊക്കെ പോകുന്നു, അയാൾ എന്തൊക്കെ ചിന്തിക്കുന്നു, അയാൾ എന്തൊക്കെ പറയുന്നു, അത് ഇവിടെ നിന്നോണ്ട് ചെയ്യണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആക്കാൻ പറ്റും നമ്മളുടെ യാത്ര. അല്ലാതെ ഇവിടെ നിന്നോണ്ട് ഇന്നലെ ചെയ്ത കാര്യം അതേപോലെ ചെയ്തിട്ട് പുതിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. If you are doing the same thing, the same result will come to your life. If you want to change your life, you have to change your action. വെറുതെ ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? മനസ്സുകൊണ്ട്, എൻ്റെ ഇമോഷൻസ് കൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ പ്രവർത്തികൾ കൊണ്ട് ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് അങ്ങ് മാറി.
എന്നിട്ട് ഐ ചലഞ്ച് മൈ റിയാലിറ്റി. അന്നത്തെ എൻ്റെ യാഥാർത്ഥ്യത്തെ ഞാൻ ചലഞ്ച് ചെയ്തു, വെല്ലുവിളിച്ചു. ഈ ചാത്തനെ ഞാൻ വെല്ലുവിളിച്ചു. എവിടെ നിന്നോണ്ട്? ഹയർ സെൽഫിൽ നിന്നോണ്ട്, താഴെ നിന്നോണ്ടല്ല. ഇതാണ് ഇവന്റെ സെൽഫ്. ഞാൻ എന്നെ ചലഞ്ച് ചെയ്തു, ഞാൻ എൻ്റെ ഉള്ളിലെ ചാത്തനെ ചലഞ്ച് ചെയ്തു. അതിന് 3 കാര്യങ്ങൾ വേണം. 1, പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം. 2, ആത്മാഭിമാനം വർദ്ധിപ്പിക്കണം. 3, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. എന്തൊക്കെയാണത്? പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ചേഞ്ച് യുവർ തോട്ട്. ചിന്തകൾ മാറ്റണം. ചിന്തകൾ മാറുമ്പോൾ സെൽഫ് ഇമേജ് വർദ്ധിക്കും. എന്താണ് സെൽഫ് ഇമേജ്? എനിക്ക് എന്നെ കുറിച്ചുള്ള പ്രതിച്ഛായ. അത് കഴിഞ്ഞ് എൻ്റെ ഫീല് മാറ്റണം, എൻ്റെ ഇമോഷൻസ് മാറ്റണം. അതാണ് ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. പിന്നെ എൻ്റെ പ്രവൃത്തി, ആത്മവിശ്വാസത്തോടു കൂടിയുള്ള എൻ്റെ പ്രവൃത്തി. അതിന് യു നീഡ് ടു ഹാവ് പ്രാക്ടീസ് സെഷൻസ്. യു ഹാവ് ടു പ്രാക്ടീസ്. അങ്ങനെ ഇത് 3ഉം കൂടെ ചേരുന്ന സമയത്ത് യു വിൽ ഒബ്സർവ് ആൻ ഐഡന്റിറ്റി ഷിഫ്റ്റ് ഇൻ യു. ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലെ ചാത്തനെ പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഇമോഷൻസ് കൊണ്ടും കീഴടക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോവർ സെൽഫിൽ നിന്ന് ഹയർ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആളുകൾ, ഇന്നലെ വരെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകളൊക്കെ എന്നെ ഇങ്ങനെയായിരുന്നു നോക്കുന്നത്. അസ്മലിക്ക ശ്രദ്ധിച്ച് കണ്ടോണേ, ഇങ്ങനെയാണ് നോക്കുന്നത്. എൻ്റെ ചിന്തകൾ മാറിയപ്പോ, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂടിയപ്പോ ആളുകൾ എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഹലോ, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന, ഇവിടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? മൈ അവെയർനെസ് ലെവൽ, എൻ്റെ അവെയർനെസ് ലെവൽ കൂടി. അവരിൽ ഒരു മാറ്റം ഉണ്ടായില്ല. അതേ കായംകുളംകാര്, അതേ വീട്ടുകാര്, അതേ നാട്ടുകാര് ഇന്ന് എന്നെ ഇങ്ങനെയാ നോക്കുന്നത്. നത്തിങ് ചേഞ്ച്ഡ്. ഐ ചേഞ്ച് ഫ്രം ഹിയർ ടു ഹിയർ. ഐ ഷിഫ്റ്റഡ് ഫ്രം ഹിയർ ടു ഹിയർ. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നവർ പതുക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. Are you with me? So you need to align your thought, emotion and action. എന്തൊക്കെയാണ്? Thought, emotion and action. Thought, emotion and action. ഇത് 3ഉം അലൈൻഡ് ആകുമ്പോൾ നിങ്ങളുടെ സെൽഫ് അവെയർനെസ് കൂടും. വിച്ച് മീൻസ് യു ഹാവ് ടു ബിക്കം എ ന്യൂ പേഴ്സൺ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളെ മാറ്റാൻ നമുക്ക് പറ്റില്ല. നമുക്കൊരൊറ്റ കാര്യത്തെ മാറ്റാൻ പറ്റൂ, ആൻഡ് ദാറ്റ് ഈസ് മീ. എനിക്ക് എന്നെ മാത്രമേ മാറ്റാൻ പറ്റൂ. അങ്ങനെ എനിക്ക് പവർ കൂടുമ്പോൾ, എനിക്ക് കഴിവ് കൂടുമ്പോൾ, എനിക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുമ്പോൾ, എനിക്ക് ആത്മാഭിമാനം കൂടുമ്പോൾ, എനിക്ക് അവെയർനെസ് കൂടുമ്പോൾ, പണ്ട് വലിയ പ്രശ്നമായി തോന്നിയിരുന്ന പലതും ഞാൻ വലുതാകും തോറും ഈ പ്രശ്നം ചെറുതായി മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? എങ്ങനെയാ വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആ പ്രശ്നത്തെക്കാൾ വലുതാവുക. പണ്ട് ഇതേ പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചപ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് 1 ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൽ പെടില്ല. മനസ്സിലാവുന്നോ? ഇന്ന് ഞാൻ അറിയില്ല. അവിടെ 1 ലക്ഷം രൂപ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. അല്ലെ 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നാൽ ഞാൻ അറിയില്ല. പണ്ട് 1 ലക്ഷം ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ ഇത്രയേ ഉള്ളായിരുന്നു. ഇന്ന് ആ 1 ലക്ഷം ഇത്രയേ ഉള്ളൂ. 1 ലക്ഷം ഇപ്പോഴും അത്രയും തന്നെ വലുതാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ അതിനേക്കാൾ ഒരുപാട് വലുതായി. എന്താണ് മാറ്റം ഉണ്ടായത്? എന്താണ് മാറിയത്? എനിക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും മാറിയോ? നോ, ഞാൻ മാറി. ഞാൻ മാത്രം മാറി. ഞാൻ മാറുമ്പോ എനിക്ക് ചുറ്റുമുള്ള ഏത് പ്രശ്നത്തെയും ഓവർകം ചെയ്യാനുള്ള ഒരു പവർ എനിക്ക് കിട്ടും.
അതിൽ നിന്നാണ് ഈ പറഞ്ഞ അവയർനെസ്സും ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീമും ആത്മാഭിമാനം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾക്ക് വരുന്ന ഒരു ഫീലാണ് റെപ്യൂട്ടേഷൻ. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്, ആത്മാഭിമാനം നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ പ്രതിച്ഛായ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മൾ അറിയണം. ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും സെൽഫ് ഇമേജും ഒക്കെ ചേർന്ന് നമ്മൾക്കുണ്ടാക്കി തരുന്നതാണ് റെപ്യൂട്ടേഷൻ. ആർ യു വിത്ത് മീ? പക്ഷേ എന്താണ് ഈ റെപ്യൂട്ടേഷന് സംഭവിക്കുന്നത്? കുഞ്ഞുനാള് തൊട്ട് നടക്കുന്ന പല ഇൻസിഡൻസും, ചിലര് തമാശയ്ക്ക് പറയുന്ന, ചിലര് നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയുന്ന ചില ഇൻസിഡൻസ്, ചില വാക്കുകൾ, ചില കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് വല്ലാണ്ട് അടിച്ചു കയറും. പണ്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ആത്മവിശ്വാസത്തെ, ആത്മാഭിമാനത്തെ, പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുന്നത് സ്കൂളുകളിലാണ്. പണ്ടത്തെ ടീച്ചേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവര് എല്ലാവരും അല്ല കേട്ടോ, ചിലരെങ്കിലും പബ്ലിക്കായിട്ട് കളിയാക്കുമായിരുന്നു നമ്മളെയൊക്കെ. അത് അവരറിയുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കൾ അറിയുന്നില്ല, നമ്മളുടെ വീട്ടുകാരറിയുന്നില്ല. പബ്ലിക്കായിട്ട് നമ്മളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്നത് പ്രതിച്ഛായ നഷ്ടം സംഭവിക്കും. കുഞ്ഞായിരിക്കും, കുഞ്ഞൂട്ടനായിരിക്കും, 4 വയസ്സേ കാണത്തുള്ളൂ, പക്ഷെ അവനുമുണ്ട് ഈ സെൽഫ് ഇമേജ്, അവനുമുണ്ട് ഈ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. അതവന്റെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കും. അവൻ സ്റ്റേജിലേക്ക് ചാടിക്കേറുകയാണ്. ഒരു കാര്യം, ഒരു പാട്ട് പാടാൻ ആർക്ക് പറ്റുമെന്ന് ചോദിക്കുന്നു, അവൻ സ്റ്റേജിലേക്ക് ചാടിക്കേറുന്നു. എല്ലാവരും കൂടെ ചിരിക്കുകയാണ് അവന്റെ പാട്ട് കേട്ടിട്ട്. അതവന്റെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും പ്രതിച്ഛായയും ചോദ്യം ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ഹിസ് റെപ്യൂട്ടേഷൻ. നീ അല്ലേലും മണ്ടനാ എന്ന് നമ്മുടെ സാറ് മുദ്ര കുത്തുമ്പോ, നിനക്കല്ലേലും കണക്ക് നിന്റെ തലേക്ക്, നീ പൊട്ടനാന്നോടാ എന്ന് നമ്മുടെ സാറ് ചോദിക്കുമ്പോൾ, പറയുമ്പോൾ, ഇറ്റ് വിൽ അഫക്റ്റ് അവർ റെപ്യൂട്ടേഷൻ. എന്റെ ചോദ്യം ഇതാ, പ്രിൻസിന്റെ ഒരു ഫ്രണ്ട് നമുക്കൊരു 6 മണിക്ക് ഒരിടത്ത് പോകണം എന്ന് പറയുന്നു. എന്നും ഇവൻ ലേറ്റ് ആയിട്ടാ വരുന്നത്, എന്നും ലേറ്റ് ആയിട്ടാ വരുന്നത്. എന്തായിരിക്കും അവനെ കുറിച്ച് പ്രിൻസിന്റെ മനസ്സിലുള്ള ധാരണ? നമ്മളൊരു ഡിസപ്പോയിന്റഡ് ആയിരിക്കും അല്ലെ, ഇവൻ എന്താ ഇങ്ങനെ. ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഫ്രണ്ടായി പോയില്ലേ. ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നും അല്ലേ. ഇനി അവൻ നമ്മുടെ അടുത്ത് പറയാടാ 7 മണിക്ക് ഞാൻ വരും കേട്ടോ. നമ്മുടെ ഉള്ളിൽ എന്ത് പറയും അവനെ കുറിച്ച്? കേട്ടിട്ടുണ്ട്, 7 മണി, നിന്റെ 7 മണിയല്ലയോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് നമുക്ക് ഈ പ്രതിച്ഛായ, സെൽഫ് ഇമേജ്, സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ആൻഡ് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണേ. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ അടുത്ത് കമ്മിറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെ മറ്റൊരാൾ അല്ലെ നമ്മുടെ ഒരു സ്റ്റാഫ് അല്ലെ ഒരു കസ്റ്റമർ പാലിക്കാതെ വരുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് ഹിസ് റെപ്യൂട്ടേഷൻ, കറക്റ്റ്? ഹിസ് ഓർ ഹെർ റെപ്യൂട്ടേഷൻ, കറക്റ്റ്? നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കാതെ വരുമ്പോൾ, പാലിക്കപ്പെടാതെ പോകുമ്പോൾ അത് നമ്മളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും, നമ്മുടെ പ്രതിച്ഛായയെ ബാധിക്കും. ശരിയല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്, എങ്കിൽ നിങ്ങളോട് ഒരു ദിവസം എന്തെല്ലാം കമ്മിറ്റ്മെന്റുകൾ, എന്തെല്ലാം പ്രോമിസുകൾ കൊടുക്കാറുണ്ട്? എന്നിട്ട് ആ പ്രോമിസുകൾ എത്ര തവണ നിങ്ങൾ ബ്രേക്ക് ചെയ്യാറുണ്ട്? ഡിസംബർ 31-ാം തീയതി നിങ്ങളോട് പറഞ്ഞില്ലേ നാളെ തൊട്ട് നമ്മൾ ജിമ്മിൽ പോകുമെന്ന്? എത്ര പേര് പാലിച്ചു? യു ബ്രേക്ക് യുവർ കമ്മിറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഹയർ സെൽഫിന് നമ്മളെ കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ എന്തായിരിക്കും? നമ്മളുടെ ആത്മാഭിമാനം എന്തായിരിക്കും? നമ്മളുടെ പ്രതിച്ഛായ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹയർ സെൽഫിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും?
നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുമ്പോൾ ഉള്ളിലിരിക്കുന്ന ദൈവം എന്താ പറയുന്നത്? കണ്ടിട്ടുണ്ട് ഇവനല്ലയോ, ഒരു കാര്യവുമില്ല. ഹയർ സെൽഫ് പറയുക നമ്മളുടെ ഉള്ളിലിരുന്നുകൊണ്ട്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട, നമ്മളെ സഹായിക്കേണ്ട ആ ഹയർ സെൽഫിന് നമ്മളിൽ വിശ്വാസമില്ല. ആ വിശ്വാസം ഇല്ലാത്ത സമയത്ത് അവൻ എന്തെങ്കിലും ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുവോ? പ്രിൻസേ, ഞാൻ പ്രിൻസിന്റെ സ്റ്റാഫാ, ഒരു കാര്യവും ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്യത്തില്ല. ഓക്കെ, എനിക്ക് കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യവും ഞാൻ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് ചെയ്യത്തില്ല. പ്രിൻസ് വിശ്വസിച്ച് എന്നെ എന്തെങ്കിലും ഏൽപ്പിക്കുവോ? അതും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, വളരെ കൃത്യമായി ചെയ്യേണ്ട ഒരു വലിയ പർപ്പസ് എന്നെ ഏൽപ്പിക്കുവോ പ്രിൻസേ? ഇല്ല. കാരണം എന്താ? എന്നിൽ പ്രിൻസിന് വിശ്വാസമില്ല. എന്തുകൊണ്ട് ദൈവം നിങ്ങളെ വലിയ പർപ്പസ് ഏൽപ്പിക്കുന്നില്ല? ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ല. കാരണം നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ പല കമ്മിറ്റ്മെന്റ്സും നിങ്ങൾ ബ്രേക്ക് ചെയ്തു. ഇന്നലെ നിങ്ങളോട് പറഞ്ഞ എന്തെല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്? ഇന്ന് തൊട്ട് ഞാൻ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കത്തില്ല, എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഇന്ന് തൊട്ട് ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഇന്ന് തൊട്ട് ഞാൻ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കത്തില്ല, എത്ര തവണ ഈ കള്ളം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഇന്ന് മുതൽ ഞാൻ ടൈം കൃത്യമായിട്ട് ഉപയോഗിക്കും, എത്ര തവണ ഈ കള്ളം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഇന്ന് മുതൽ ഞാൻ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നടത്തും, എത്ര തവണ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്? അപ്പൊ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഹയർ സെൽഫിന്, ആ ദൈവത്തിന് നിങ്ങളെ എന്ത് വിശ്വാസം ഉണ്ടെന്നാ പറയുന്നേ? എൻ്റെ ഉള്ളിലെ എൻ്റെ ദൈവത്തിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. കാരണം ഞാൻ കൃത്യസമയത്ത് എഴുന്നേക്കും, ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും, എന്നെ ഏൽപ്പിക്കുന്ന എന്ത് കാര്യവും അച്ചടക്കത്തോടു കൂടി ചെയ്യും എന്ന് എൻ്റെ ഉള്ളിലെ ദൈവത്തിന് എന്നിൽ വിശ്വാസമാണ്. അതുകൊണ്ട് ദൈവം വലിയ വലിയ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ വലിയ വലിയ പർപ്പസ് ഉണ്ടോ, അവരുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. കാരണം അവർ എടുക്കുന്ന കമ്മിറ്റ്മെന്റ്സ് അവര് പാലിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ, ഞാനിപ്പോ അത് ചെയ്തില്ലെന്ന് ആരറിയാനാ? ഇപ്പൊ ഷമീർ ഇന്നൊരു തീരുമാനം എടുത്തു, ഓക്കെ, ഇന്ന് ഞാൻ രാത്രി 9 മണിക്ക് മുന്നേ കിടക്കും, കൃത്യമായിട്ട് ഞാൻ കിടക്കും. എന്നിട്ട് രാത്രി 9 മണിക്കും 10 മണിക്കും 11 മണിക്കും ഒക്കെ ഫോണും കുത്തിക്കൊണ്ട് ഷമീർ ആലോചിക്ക, ആരറിയാനാ? ഷമീറിന്റെ ഉള്ളിലെ ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഹൗ യു ഡു എനിത്തിങ് ഈസ് ഹൗ യു ഡു എവരിത്തിങ്. നിങ്ങൾ ഒരു കാര്യം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കരുത്. ആയിരക്കണക്കിന് പ്രോമിസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളോട്, അതിൽ കൂടുതൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ശരിയാണോ? ഈ മാസം ഞാൻ ഇങ്ങനെയായിരിക്കും, ഈ വർഷം ഞാൻ ഇങ്ങനെയായിരിക്കും, ഇന്ന് ഞാൻ ഇങ്ങനെയായിരിക്കും, നാളെ തൊട്ട് ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന കള്ളം, ആയിരക്കണക്കിന് കള്ളം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലെ ഹയർ സെൽഫിനോട് നിങ്ങൾ പറയാണ്, ഡോണ്ട് ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കല്ലേ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനോട്, ചൈതന്യത്തോട്, ദൈവത്തോട്, ഹയർ സെൽഫിനോട് പറയാണ്, ഡോണ്ട് ട്രസ്റ്റ് മീ. അവൻ്റെ ഉള്ളിൽ എവിടാടോ ദൈവം? അങ്ങനുള്ള വിശ്വസിക്കാൻ കൊള്ളാത്തവൻ്റെ ഉള്ളിൽ എവിടെയാണ് ദൈവം? അവൻ്റെ ഉള്ളിൽ ചെകുത്താൻ മാത്രമേ കുടിയുള്ളൂ. സ്വന്തമായി ചെയ്യുന്ന പ്രോമിസുകൾ പോലും പാലിക്കുന്ന ആത്മാഭിമാനമുള്ള, ആത്മവിശ്വാസമുള്ള, പ്രതിച്ഛായുള്ള, അവയർനെസ് ലെവൽ ഹയർ ആയിട്ട് നിൽക്കുന്ന, തന്നോട് ചെയ്യുന്ന കമ്മിറ്റ്മെന്റ് പോലും ഒരെണ്ണം പോലും പാലിക്കപ്പെടാതെ പോകാൻ പാടില്ല എന്ന് ഉറപ്പുള്ള ആ മനുഷ്യന്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. അവിടെയാണ് എഴുതി വെക്കേണ്ടത്, തത്വമസി, അത് നീയാവുന്നു. ഇന്ന് നിനക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം അവകാശി നീ തന്നെയാണ്.
ഇന്ന് നിനക്ക് ദുരിതമാണെങ്കിൽ അതിൻ്റെയും അവകാശി നീയാണ്. ഇന്ന് നിനക്കുള്ളതൊക്കെ സമൃദ്ധിയാണെങ്കിൽ അതിൻ്റെയും അവകാശി നീ തന്നെയാണ്. നീയാണ് നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ കാരണം. അത് സ്ട്രഗിൾ ആയാലും സക്സസ് ആയാലും, യു ആർ ദ ഓൺലി റീസൺ. നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കള്ളത്തിന്റെ, നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള കള്ളത്തരത്തിന്റെ, റോങ് പ്രോമിസുകളുടെ ആകത്തുകയാണ് ഇന്നത്തെ നിങ്ങളുടെ ലൈഫ്. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ, വെറുതെ ഞാൻ ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ അത് ചെയ്യും, യെസ് ഞാനും അത് ചെയ്യും എന്ന് കിങ്സ് ക്ലബിൽ വാചകം അടിച്ചതല്ലാതെ ചെയ്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ആരും അറിഞ്ഞില്ലല്ലോ. ഒരാൾ അറിയുന്നുണ്ട് ഇവിടെ ഇരുന്ന്. യു ആർ ടീച്ചിങ് യുവർ സെൽഫ് ദാറ്റ് ഡോണ്ട് ടേക്ക് യുവർ വേർഡ്സ് സീരിയസ്ലി. പ്രിൻസേ, എപ്പോഴൊക്കെ പ്രിൻസിന് കൊടുക്കുന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നു, അപ്പോഴൊക്കെ പ്രിൻസ് ആ ഉള്ളിലിരിക്കുന്ന ഹയർ സെൽഫിനോട് പറയുന്നത് എന്താണെന്നറിയോ? ഡോണ്ട് ട്രസ്റ്റ് മൈ വേർഡ്സ്. എന്റെ വാക്ക് വിശ്വസിക്കല്ലേ, ഞാൻ കള്ളനാ, ഞാൻ പറ്റിക്കും. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസ് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ, കമ്മിറ്റ്മെന്റ്സ് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഹയർ സെൽഫ് ഇല്ല. നിങ്ങളെ സ്കാൻ ചെയ്താൽ കിട്ടുന്നത് ലോവർ സെൽഫിന്റെ ഒരു കലവറയാണ്. ഭ്രമയുഗത്തിൽ മമ്മൂക്ക താമസിക്കുന്ന ആ വീടും പരിസരവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ കാട് കയറി കിടക്കുന്ന വൃത്തിഹീനമായ ആ ചിക്കനൊക്കെ കടിച്ച് പറിച്ചിങ്ങനെ ആ പല്ലൊക്കെ ഇങ്ങനെ തെള്ളി വരുന്ന ആ പിശാച്, ഈ പുറമേ ഉള്ള സൗന്ദര്യം ഉണ്ടല്ലോ, മമ്മൂക്കയുടെ ആ ക്യാരക്ടറിനും പുറമേ ഭയങ്കര സൗന്ദര്യമായിരുന്നു. അകം എന്തായിരുന്നെന്ന് അറിയാലോ? അകത്തുനിന്ന് അവസാനം കാണിക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്ന ഒരു വിരൂപമായിട്ടുള്ള ഒരു രൂപം. അത്രേ ഉള്ളൂ കേട്ടോ സാറേ. ചിലരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചൈതന്യമായിരിക്കും, ചിലരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചാത്തനായിരിക്കും, വിരൂപമായിരിക്കും. പുറമേ കാണാൻ ഭയങ്കര സൗന്ദര്യമായിരിക്കും, പക്ഷെ ഉള്ളിൽ ഉള്ളത് ആര് എന്നതാണ് ചോദ്യം. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. എഴുതിക്കോ, ദ മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്. എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ അപായം എന്താണെന്നറിയോ? യു ഡോണ്ട് ട്രസ്റ്റ് യു. നിനക്ക് നിന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തോൽവി, ഏറ്റവും വലിയ പരാജയം. യു ഡോണ്ട് ട്രസ്റ്റ് യു. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആത്മാവിനോട്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, എനിക്കെന്നെ വിശ്വാസമുണ്ടോ എന്ന്. നോ, പുറമേ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുറമേ കാണിക്കുന്നതൊക്കെ അതാണ്. ഒരു ദുഷിച്ച മനസ്സ്, ദുഷിച്ച പ്രവർത്തികളുമായിട്ട് നിൽക്കുന്ന ആ വൃത്തികെട്ട അനിമൽ ലൈക്ക് ക്രീച്ചറാണ് വാക്ക് പാലിക്കാത്ത, പ്രോമിസ് കീപ്പ് ചെയ്യാത്ത നിങ്ങളിൽ ഓരോരുത്തരും. ആർന്റ് യു അഷെയിംഡ്? നാണമില്ലേ? ഇങ്ങനുള്ളവരെ അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോയി അവിടെ പോയി കിടന്ന് ഉരുണ്ടട്ടോ, അവിടെ മെഴുകുതിരി കത്തിച്ചിട്ടോ, അവിടെ അർച്ചന നടത്തിയിട്ടോ ഒരു കാര്യമില്ല കേട്ടോ. ഉള്ളിൽ ചാത്തനെ വെച്ചോണ്ടേ പള്ളിയിൽ പോയി 1001 മെഴുകുതിരി കത്തിച്ചിട്ടോ, അമ്പലത്തിൽ പോയി 101 തേങ്ങ അടിച്ചിട്ടോ, 5 നേരം നിസ്കരിച്ചിട്ടോ ഒരു കാര്യവുമില്ല. യു ഹാവ് ടു ചേഞ്ച്. യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദിസ് വിഷ്യസ് സൈക്കിൾ. ഈ ദുഷിച്ച ആ സൈക്കിളിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ കടക്കണം. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആവശ്യമില്ലാത്ത പ്രോമിസുകൾ നിങ്ങൾക്ക് കൊടുക്കരുത്. പാലിക്കപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും നിങ്ങളോട് കമ്മിറ്റ് ചെയ്യരുത്. ദ മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റുവേഷൻ, യു ഡോണ്ട് ട്രസ്റ്റ് യു. ബാക്കി അടുത്ത ക്ലാസ്. താങ്ക് യു. ടേക്ക് കെയർ.